നമസ്കാരം. ഇന്ന് ഞാൻ കുരുമുളകിൽ കണ്ടുവരാറുള്ള പൊള്ളു രോഗത്തെപ്പറ്റി, കുരുമുളകിനെ ആക്രമിക്കുന്ന പൊള്ളു വണ്ടുകളെയും പറ്റിയാണ് പറയുന്നത്. രണ്ടിൻ്റെയും ലക്ഷണങ്ങൾ ഇലകളിലും തിരികളിലുമാണ് കാണുന്നത്. ഇത് തിരിച്ചറിഞ്ഞ ശേഷം നമ്മൾ നിയന്ത്രണ മാർഗങ്ങൾ അവലംബിക്കുന്നതായിരിക്കും നല്ലത്. പൊള്ളു രോഗം എന്ന് പറയുന്നത് കളക്ടോട്രിക്കം എന്ന പേരുള്ള ഒരു കുമിളുണ്ടാക്കുന്ന ഒരു രോഗാവസ്ഥയാണ്. ഇതിൻ്റെ ലക്ഷണങ്ങൾ ഇലകളിലും മണികളിലും ഒക്കെയാണ് കാണുന്നത്. ഇലകളിൽ സാധാരണ കാണുന്നത് ബ്രൗൺ നിറത്തിൽ ഉള്ള പൊട്ടുകളായിട്ടാണ്. ഈ പൊട്ടുകൾക്ക് ചുറ്റും മഞ്ഞ നിറത്തിലുള്ള ഒരു വലയം കാണാറുണ്ട്. ഇത് പതുക്കെ ഇലകൾ കരിഞ്ഞു പോകാനായിട്ട് കാരണമാണ്. മണികളിലേക്ക് ഈ രോഗം ബാധിക്കുമ്പോൾ അത് ഞെട്ടിലാണ് വരുന്നതെങ്കിൽ മണികൾ കൊഴിഞ്ഞു പോകും, തിരികൾ കൊഴിഞ്ഞു പോകാനായിട്ട് കാരണമാണ്. ഇനി മണികളിൽ കാണുന്ന പ്രത്യേക ലക്ഷണം എന്ന് പറയുന്നത് അത് പതുക്കെ കറുത്തു പോവുകയും വിണ്ട് കീറുകയും ചെയ്യും. ഇത് കാര്യമായ നാശനഷ്ടം ഉണ്ടാക്കുന്ന ഒരു രോഗാവസ്ഥയാണ്. ഇതിനെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് പല കാര്യങ്ങളും ശ്രദ്ധിക്കാം. സാധാരണ ഗതിയിൽ നമ്മൾ ബോഡോ മിശ്രിതമൊക്കെ തളിക്കാറുണ്ട്, ദുരിതവാട്ടമൊക്കെ തടയാനായിട്ട്. അങ്ങനെയുള്ള തോട്ടങ്ങളിൽ ഈ രോഗം വളരെ കുറച്ചാണ് കാണപ്പെടാറുള്ളത്. അതുകൂടാതെ ചോല, അതല്ലെങ്കിൽ തണൽ ക്രമീകരിക്കുക. എപ്പോഴും കൂടുതൽ ഈർപ്പം നിൽക്കുന്നത് രോഗവും കീടവും അധികമാകാൻ കാരണമാകും. അപ്പോൾ അധികമുള്ള ചോല തോട്ടത്തിൽ ക്രമീകരിച്ച് നിർത്തുന്ന ഈ രോഗത്തെയും കീടത്തെയും ഒക്കെ അകറ്റി നിർത്താനായിട്ട് സഹായിക്കുന്നതാണ്. പിന്നെ നമുക്ക് ജൈവ മാർഗത്തിൽ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്ന സ്യൂഡോമോണസ് ഫ്ലോറസൻസിൻ്റെ രൂപിക ഒരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തളിച്ചു കൊടുക്കുന്നതും ഈ രോഗത്തെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. ഇനി കെമിക്കൽസായിട്ട് നമുക്ക് സാഫ്, അതായത് കാർബൺ ഡയോക്സൈഡും മാംഗോസബും അടങ്ങിയ സാഫ് എന്ന് പറഞ്ഞ കുമിൾനാശിനി ഏതാണ്ട് 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തളിക്കുന്നതും ഈ രോഗത്തിനെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രോഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ മാർഗങ്ങൾ അവലംബിക്കുക. ഇനി കീടത്തെ പറ്റി പറയുകയാണെങ്കിൽ പൊള്ളു വണ്ടുകളാണ്. ഈ വണ്ടുകളും ഇലകളിലും മണികളിലും നാശമുണ്ടാക്കുന്നുണ്ട്. ചില സാദൃശ്യമൊക്കെ ഈ ലക്ഷണങ്ങൾക്കുണ്ട് താനും. ഇലകളിൽ സാധാരണയായി പൊള്ളു വണ്ടുകളുടെ ആക്രമണം കൊണ്ട് ചെറിയ ദ്വാരങ്ങൾ കാണപ്പെടുന്നു. ധാരാളം ദ്വാരങ്ങൾ ഇലകളിൽ കാണുന്ന ഒരവസ്ഥയാണ്. ഈ വണ്ടുകൾ വളരെ ചെറിയ വണ്ടുകളാണ്. തലഭാഗത്ത് ഒരു ചെറിയ മഞ്ഞ നിറവും ബാക്കി ഒരു ചെറിയ കറുപ്പ് നിറവും ഒക്കെയുള്ള വണ്ടുകളാണ്. ഈ വണ്ടുകൾ മൃദുലമായ ഭാഗങ്ങൾ കാർന്നു തിന്നുകയും അവിടെ മുട്ടയിടുകയും ചെയ്യും. ഈ കാർന്ന് തിന്നുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ ഇലകളിലൊക്കെ തുളകൾ കാണപ്പെടുന്നത്. ഇതുകൂടാതെ മണികളിലാണെങ്കിൽ മണികൾ പൊള്ളയായിത്തീരുന്നു. അതായത് മണികൾ ഇത് മുട്ടയിടുകയും മുട്ട വിരിഞ്ഞ പുഴുക്കൾ പുറത്തു വരികയും ഈ പുഴുക്കൾക്ക് ഏതാണ്ട് 1 മാസത്തോളം പുഴുവായി തന്നെ ജീവിക്കാൻ സാധിക്കും. ഈ അവസരത്തിൽ ഇത് മണികളുടെ ഉൾഭാഗം തിന്ന് നശിപ്പിച്ച് പൊള്ളയാകും. ഒരു തിരിയിൽ നമ്മൾ നോക്കി അവിടെ എവിടെയായിട്ട് ചില മണികൾ കറുത്തിരിക്കുകയും നമ്മളതിനെ പിടിച്ചു നോക്കിയാൽ പൊടിഞ്ഞു പോവുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം. ഇതും നല്ല രീതിയിലുള്ള ഒരു വിളനാശം ഉണ്ടാക്കുന്ന ഒരു കീടമാണ്. അപ്പോൾ ഇതിനെയും നമുക്ക് നിയന്ത്രിക്കേണ്ടതുണ്ട്. അപ്പോൾ പൊള്ളു രോഗമല്ല, കീടമാണെന്ന് മനസ്സിലാക്കി നമ്മൾ കീടനാശിനികളാണ് ഉപയോഗിക്കേണ്ടത്. അതാണ് നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ ഇതിനെ നിയന്ത്രിക്കാനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തോട്ടത്തിലെ ഈർപ്പം, ഹ്യൂമിഡിറ്റിയൊക്കെ ക്രമീകരിക്കാനായിട്ട് നമുക്ക് ചോല, തണലൊക്കെ ക്രമീകരിക്കുക. എല്ലാം തന്നെ മഴക്കാലത്താണ് കൂടുതലും ഈർപ്പമുള്ള അവസ്ഥയിലാണ് ഈ രോഗങ്ങളും കീടങ്ങളും ഒക്കെ ധാരാളമായിട്ട് ഉണ്ടാകുന്നത്. അത് ഒരു മാർഗമാണ്. അതുപോലെ തന്നെ വേപ്പധിഷ്ഠിത കീടനാശിനികൾ ഇന്ന് ലഭ്യമാണ്. അതെപ്പോഴും കീടങ്ങളെ അകറ്റി നിർത്താനായിട്ട് നമുക്ക് സഹായിക്കുന്നതാണ്. നീം ഗോൾഡ് ഒക്കെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അത് ഏതാണ്ട് 0.6%, അതായത് 6 ml/ലിറ്റർ എന്ന തോതിലൊക്കെ തളിച്ചു കൊടുക്കുക. മറ്റ് വേപ്പധിഷ്ഠിത കീടനാശിനികൾ ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഈ കീടത്തെ അകറ്റി നിർത്താനായിട്ട് സഹായിക്കുന്നതാണ്. പിന്നീട് നേരത്തെ നമ്മൾ വിക്കാലക്സൊക്കെ, അതായത് ക്വിനാൽഫോസൊക്കെ റെക്കമെൻഡ് ചെയ്തിരുന്നു, 2 ml/ലിറ്റർ. ഇതുമൊക്കെ തന്നെ കീടത്തിനെ നിയന്ത്രിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നതാണ്. ഇത് കുറച്ചുകൂടെ നല്ല കീടനാശിനിയായ ക്ലോറാൻട്രാനിലിട്രോ അഥവാ കൊറാജൻ എന്ന് ലഭ്യമാണ്. അതാണെങ്കിൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മതി, 3 ml/10 ലിറ്റർ മതിയാവും. ഇതും തളിച്ചു കൊടുക്കുന്നത് ഈ കീടത്തെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. ഇതൊക്കെ തന്നെ ഈ തിരി പിടിക്കുന്ന സമയത്തും
മണി പിടിക്കുന്ന സമയത്തൊക്കെ ആണ് തളിക്കേണ്ടത്. കാര്യം എന്ന് വെച്ചാൽ വളരെ അവസാന ഘട്ടത്തിൽ നമ്മൾ കീടനാശിനികൾ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ മാത്രമേ നമുക്ക് അവശിഷ്ടം വിഷമില്ലാത്ത വിളവ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് രോഗങ്ങളെയും കീടങ്ങളെയും തിരിച്ചറിഞ്ഞ ശേഷം മാത്രം നിയന്ത്രണ മാർഗങ്ങൾ അവലംബിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്.